സമസ്ത ശതാബ്ദി സന്ദേശയാത്രാ വേദിയിൽ ഐക്യത്തോടെ സമസ്ത ലീഗ് നേതാക്കൾ. യാത്രയുടെ തുടക്കത്തിലെ അസ്വാരസ്യങ്ങൾ മായ്ച്ചു കളയുന്നതായിരുന്നു മലപ്പുറത്തെ സ്വീകരണ കാഴ്ച. ആരും ഭിന്നിച്ചു നിൽക്കരുത് എന്ന് ജിഫ്രി തങ്ങളും സാദിഖ് അലി തങ്ങളും ആവശ്യപ്പെട്ടു. കെട്ടുറപ്പോടെ നിന്നപ്പോഴാണ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായതെന്ന കാര്യം മറക്കരുത് എന്ന് കുഞ്ഞാലിക്കുട്ടി ഓർമ്മപ്പെടുത്തി. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്ര മലപ്പുറം ജില്ലയിലെത്തിയപ്പോൾ പൊരിവെയിലത്തും നഗരം തൂവെള്ളയണിഞ്ഞു. യാത്രയുടെ തുടക്കത്തിലുണ്ടായിരുന്ന തർക്കങ്ങൾ ലീഗ് അനുകൂല നേതാക്കൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇടയാക്കിയിരുന്നു. എന്നാൽ യാത്ര മലബാറിലെത്തിയപ്പോൾ എല്ലാവരും ഒന്നായി. ഉദ്ഘാടകനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സമസ്ത കടലാസ സംഘടന അല്ലെന്ന മുഖവുരയോടെ തുടക്കം. സമൂഹത്തിന്റെ സാംസ്കാരിക മുന്നേറ്റവും അതിന് തക്കതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, മാർഗദർശനങ്ങൾ, ഉപദേശങ്ങൾ ഇതൊക്കെ തന്നെ സമസ്ത തുടർന്നും നമുക്ക് നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. സംസാരത്തിന് പിന്നാലെ ജിഫ്രി തങ്ങൾക്ക് തലപ്പാവണിയിച്ചു. തിരികെ സ്നേഹം പുതച്ചു ജിഫ്രി തങ്ങൾ. പിന്നാലെ സംസാരിക്കാനെത്തിയ PK കുഞ്ഞാലിക്കുട്ടി കൂടുതൽ കണിശനായി. മുന്നോട്ടുള്ള യാത്ര കെട്ടുറപ്പോടെ ആവണമെന്ന് ഉപസംഹരിച്ചു. തലപ്പാവ് ഇങ്ങോട്ടണിയിച്ചു, തലപ്പാവ് അങ്ങോട്ടണിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിലും തലപ്പാവ് ഇങ്ങോട്ടണിയിച്ചിട്ടുണ്ട്, അങ്ങോട്ടണിയിച്ചിട്ടുണ്ട്. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യണം. അതാണ് സമൂഹം, അതിനാണ് സമൂഹത്തിന്റെ അംഗീകാരം. ഓരോ ജനഹിതം പരിശോധിക്കുന്ന വേളകളിലും അത് വ്യക്തമായിട്ടുണ്ട്. മറുപടി പ്രസംഗം വളരെ ചുരുങ്ങിയ വാക്കിലെങ്കിലും യാത്രാ നായകൻ ഓർമ്മിപ്പിച്ചത് ഒറ്റ കാര്യം: ഭിന്നിപ്പ് വേണ്ട, വഴങ്ങി കുഴങ്ങി തുടങ്ങി പ്രചാരണങ്ങൾ വേണ്ട. കാരണം സമസ്ത കേരള ജമീയത്തുൽ ഉലമ വഴങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീന, ആരെങ്കിലും തോക്കേറ്റ് വന്നീന, കേരള ജമീയത്തുൽ ഉലമ വഴങ്ങി. അല്ലെങ്കിൽ നമ്മളെ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവം ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്, ഇത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത്, സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ഒരു പോറലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പാണക്കാട്ടെ തങ്ങൾമാർ കൂടി യാത്രയിലെത്തിയതോടെ അണികളും ആവേശത്തിൽ. പര്യടനം ഇന്ന് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിലേക്ക് കടക്കും. 28-നാണ് യാത്ര സമാപിക്കുക. ന്യൂസ് മലയാളം, മലപ്പുറം.